ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്, താങ്കൾ നേരത്തെ പറഞ്ഞു വെച്ചത് പൂർത്തിയാക്കാം. ഞാൻ പറഞ്ഞു വെച്ചത് ഇപ്പൊ കേൾക്കാം. അനിൽ നമ്പർ കേൾക്കാവോ? കേൾക്കാം. സ്പീഡ് വേണ്ട, പതുക്കെ പറഞ്ഞാൽ മതി. അത് ഞാൻ പതുക്കെ പറയാം. ഞാൻ 2-3 കാര്യങ്ങൾ. ആരാണ് രവിശങ്കർ എന്ന് എനിക്കറിയില്ല, എന്നാൽ അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ടും അറിയില്ല. ഞാൻ 3 കാര്യങ്ങൾ, ഞാൻ ഒരിക്കലും ഒരു ക്രോസ് ഡിബേറ്റ് അല്ല, ഞാൻ 3 കാര്യങ്ങൾ എനിക്ക് സംശയമുള്ളതുകൊണ്ടാണ് അത് പറഞ്ഞിട്ട് ഞാൻ ബാക്കി പറയാം. ഒന്ന്, ജയിലിൽ കിടക്കുന്ന ഒരു പ്രതി ഒരിക്കലും മറ്റൊരു വലിയ ആളിന്റെ പേര് പറയില്ല. എന്തെന്നാൽ വലിയ ആള് രക്ഷിക്കും എന്ന ധാരണയിൽ വലിയ ആളിന്റെ പേര് പറയില്ല. ഇത് LLB പഠിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ ഞാൻ രവിശങ്കറിന്റെ മുന്നിൽ പറയട്ടെ. ഞാൻ പറയട്ടെ. നിങ്ങൾ പറയാൻ സമ്മതിക്കാതിരുന്ന എങ്ങനെയാ ശരിയാ? നിങ്ങൾ ഞാൻ പറയാൻ അനുവദിക്കൂ. നിങ്ങൾ പറഞ്ഞോളൂ. രണ്ടാമത് നിങ്ങൾ പറഞ്ഞു ED എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല? ED പാവപ്പെട്ട ED, ഞാൻ പാവപ്പെട്ട കാര്യം അവർ പാവപ്പെട്ടെന്നാണ് നിങ്ങൾ പറയുന്നത്, അവരൊന്നും അന്വേഷിക്കുന്നില്ലല്ലോ. പാവപ്പെട്ട ED തെക്ക് വടക്ക് നടന്ന് റാന്നി കോടതിയിൽ പോയി, കൊല്ലം കോടതിയിൽ പോയി, പിന്നെ എവിടെ പോയി, ഹൈക്കോടതിയിൽ പോയി. എന്തിനു പോയി? SIT എടുത്ത ഒരു FIR കിട്ടുമോ? FIR EDക്ക് കിട്ടിയത് നിങ്ങൾ പറയുന്ന അനുസരിച്ച് കേരളത്തിലെ സർക്കാരിന് മടിയിൽ കനമില്ലെങ്കിൽ ED വന്നാലും CBI വന്നാലും എന്തും കൊടുക്കണമെങ്കിൽ എന്തുകൊണ്ട് ED ചോദിച്ചപ്പോൾ SIT ആ പേപ്പറുകൾ ആദ്യമേ കൊടുത്തില്ല? EDക്ക് എന്തുകൊണ്ട് കോടതിയിൽ പോയി അത് വാങ്ങേണ്ടി വന്നു? 2, പൾസർ സുനി പേര് പറഞ്ഞു എന്ന് പറയുമ്പോൾ പൾസർ സുനിയുടെ ചില ഡീലുകളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ കൂടി ചേർന്ന് വരികയും ആ അതിജീവിതൻ എന്ന് പറയുന്ന വ്യക്തിയും അതിജീവിതവുമായി ബന്ധമുള്ളവരും ഈ സിനിമാ നടന്റെ പേര് പറഞ്ഞിട്ടുണ്ട് സർ. അതവിടെ നിൽക്കണം, അത് വേറെ വിഷയമാണ്. ഇത് ചർച്ച നമ്മൾ കുളമാക്കണ്ട. വേറൊരു കാര്യമുണ്ട്. താങ്കൾ പറഞ്ഞു TP ചന്ദ്രശേഖരൻ, അത് പറഞ്ഞതുകൊണ്ട് പറഞ്ഞു TP ചന്ദ്രശേഖരൻ വധത്തിൽ പാർട്ടിക്ക് ഒരു ബന്ധവുമില്ലെങ്കിൽ എത്ര ആയിരക്കണക്കിന് ആളുകൾ ജയിലിൽ കിടക്കുന്നു. പൊടിസിന് പോലുള്ള ആളുകളുടെ പരോളിന് വേണ്ടി കൊടുക്കരുതെന്ന് പറഞ്ഞ് KK രമ എന്ന് പറഞ്ഞൊരു വനിത, ഒരു ഭാര്യ, ഒരമ്മ എന്തിന് സുപ്രീം കോടതി വരെ നിരങ്ങുന്നു എന്റെ പൊന്ന് രവിശങ്കർ മാഷെ. അതുപോലെ നിങ്ങളുടെ ജില്ലയിൽ ഒരു നവീൻ ബാബുവിന്റെ ഭാര്യ, അവരുടെ 2 പെൺമക്കൾ, അവർ സുപ്രീം കോടതി വരെ പോയിരിക്കുകയാണ് മാഷെ. നമുക്കൊരു കാര്യം ചെയ്യാം മാഷെ. തെറ്റ് ചെയ്തവരുണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തി അഗ്നിശുദ്ധി വരുത്തി അവർ വന്നോട്ടെ. നമ്മൾ കടകംപള്ളി സുരേന്ദ്രൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നോക്കുക, അദ്ദേഹം തിരുത്തി വന്നോട്ടെ. ഇനി തെറ്റ് ചെയ്തെന്ന് വിചാരിക്കുക, ശിക്ഷ കാലം കഴിഞ്ഞ് തിരിച്ചു വരട്ടെ. അത് ഇവിടെ പ്രശ്നം അതല്ല. ഞാൻ എന്റെ ആദ്യം പറഞ്ഞതിലേക്ക് വരാം. ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം എന്താണ്? ഉണ്ണികൃഷ്ണൻ പോറ്റി എടുത്തോണ്ട് പോയെന്നാണ് താങ്കൾ പറയുന്നത്. ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മേൽശാന്തി അല്ലാത്ത, കീഴ്ശാന്തി അല്ലാത്ത, കഴകക്കാരൻ പോലും അല്ലാത്ത, ഒരു പോറ്റിയൊന്നും അല്ലാത്ത, ഒരു പോറ്റി എന്ന് പറഞ്ഞാൽ ജന്മം കൊണ്ട് പോറ്റിയാണ്, അല്ലാതെ സമുദായം കൊണ്ട് ഒരാളിന് എങ്ങനെയാണ് ശബരിമലയിലെ ഇത്രയും വിലപ്പെട്ട സ്വർണം എടുത്തുകൊണ്ട് പോകാൻ കഴിയുന്നത്? വളരെ സിമ്പിളായ കാര്യമാണ് ചോദ്യം. ക്യാമറയുണ്ട്, തന്ത്രിയുണ്ട്, ദേവസ്വം ബോർഡുണ്ട്, ഒരുപാട് സംവിധാനമുണ്ട്. എങ്ങനെ കഴിയുന്നു? ഒന്ന്, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പിടിച്ചപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു ഞാനിതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പത്മകുമാറിനെ പിടിച്ച പത്മകുമാർ പറഞ്ഞു എനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ല. പത്മകുമാർ പറഞ്ഞു എനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ല. വാസു പറഞ്ഞു എനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ല. ഇതൊക്കെ പബ്ലിക് സ്പീയറിൽ കിടക്കുകയാണ് എന്റെ രവിശങ്കർ മാഷെ. അപ്പൊ പബ്ലിക് സ്പീയറിൽ ഇതൊക്കെ കിടക്കുമ്പോൾ എനിക്കിത് അറിയില്ല എന്ന് പറഞ്ഞു അതൊക്കെ ലീഡായി വന്നപ്പോൾ 2 കാര്യം നമ്മുടെ പത്മകുമാർ 2 കാര്യം ചാനലുകളിൽ പറഞ്ഞു. ഇപ്പൊ അത് ആർക്കൈവിൽ കിടപ്പുണ്ട്. ഒന്ന്, ഇതിന്റെ പിന്നിൽ നിങ്ങളെല്ലാവരും ദൈവതുല്യരെന്ന് കരുതുന്ന കുറച്ചു പേരുണ്ട്. അത് സെലിബ്രിറ്റി ആവാം, പൊളിറ്റീഷ്യന്മാരാവാം, തന്ത്രി കുടുംബത്തിൽപ്പെട്ടവരാകാം, ആരുമാകാം. പക്ഷേ ഉണ്ട് എന്ന് പറഞ്ഞത് ഉത്തരവാദിത്തപ്പെട്ട മുൻ ദേവസ്വം പ്രസിഡന്റാണ്. രണ്ടാമത്തെ കാര്യം പറഞ്ഞു ഞാൻ മാത്രം ഉണ്ടെന്നില്ല, ഞാൻ മാത്രം അഴിയുന്നില്ല. ഇതൊക്കെ പറഞ്ഞത് ചിലപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്റെ രവിശങ്കർ മാഷെ, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരോടത്തും വിനയത്തോടെ പറയാനുള്ളത്, ഇത് ഹിന്ദുവിന്റെ ക്ഷേത്രത്തിലല്ലായിരുന്നുവെങ്കിൽ, ഇത് വേറെ ഏതെങ്കിലും സമുദായത്തിന്റെ പള്ളിയിലോ അതുമായി ബന്ധപ്പെട്ടതായിരുന്നെങ്കിൽ എന്തായിരിക്കും പൊതു സമൂഹത്തിന്റെ കാഴ്ചപ്പാടും നമ്മൾ ബഹളവും? ഞാൻ ആരെയും കുറ്റം പറയാനല്ല, ഒരു മതസ്പർദ്ധയും പറയല്ല. എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? ഒരു കഥയിൽ ഒരു മുഹമ്മദിന്റെ പേര് എഴുതിയതിന്റെ പേരിൽ, അത് സിലബസിലായിട്ട് എന്തായിക്കോട്ടെ, അദ്ദേഹത്തോട് പറഞ്ഞാൽ പോലെ തിരുത്താൻ എന്താ ഇവിടെ സംഭവിച്ചെന്ന് അറിയില്ല. അതേ മാപ്പ് പറയാൻ പറഞ്ഞാൽ പോലെ എന്താ സംഭവിച്ചത് നമുക്കറിയാം. യേശുവിന്റെ പേരിൽ ഒരു സിനിമ വന്നപ്പോൾ, ഒരു നാടകം വന്നപ്പോൾ PA ആന്റണി അനുഭവിച്ച ബുദ്ധിമുട്ട് നമുക്കറിയാം.
ഇതൊക്കെ അറിയാവുന്ന സമൂഹത്തിൽ ഹിന്ദുവിന്റെ പുറത്താണ് മാഷെ ഇതെല്ലാം നടക്കുന്നത്. കാരണം ഹിന്ദുക്കൾ അങ്ങനെ ഒരു മതമല്ല, അതൊരു സനാതന ആരാണ് മാഷേ ധർമ്മത്തിൽ ഹിന്ദു ആരാണ്? ഞാൻ പറഞ്ഞുതരാം. വഴങ്ങിക്കൊടുക്കരുത്. ഇതൊക്കെ ട്രിക്കാണ്, അദ്ദേഹത്തിന്റെ ട്രിക്കാണ്. ഇതൊക്കെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. അനിൽ മാഷ ഒരു മിനിറ്റ്, ഒറ്റ സെക്കൻഡ്. ഞാന് വളരെ കൃത്യമായി രവിശങ്കർ മാഷുമായി ആരാണ് ഹിന്ദുവെന്നും ആരാണ് സനാതന ധർമ്മക്കാരനെന്നും ആരാണ് ഈ ഭാരതത്തിലെ ഹിന്ദുവെന്നും പറഞ്ഞുതരാം. ടെക്നിക്കൽ പ്രശ്നം വന്ന് രവിശങ്കർ ശപിച്ചതാണെന്ന് തോന്നുന്നു എനിക്ക്. എന്തായാലും ഫ്രീസ് ആയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വിഷയം. ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് ഒരു പബ്ലിക് സ്പേസിൽ നിൽക്കുകയാണ്. അദ്ദേഹം ഇടക്കിടക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഇനി കാരണം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ്. ഈ ഭരണ കേന്ദ്രങ്ങളെ ഒക്കെ അലോസരപ്പെടുത്തുന്ന നിരവധി വീഡിയോകൾ ചെയ്ത ആളാണ്. ഇനിയിപ്പോൾ നല്ല പാർട്ടിക്കാരെ അവിടെ ഒളിഞ്ഞു നിൽക്കുന്നുണ്ടോ, ടെൻഷൻ കാണും. എന്തായാലും സുഭാഷ് ചന്ദ്രബോസ്, താങ്കളെ ഞാൻ അധികം നിർത്തുന്നില്ല. പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു വെച്ച ശേഷം താങ്കൾക്ക് പോവാം, പ്ലീസ്. രണ്ട് കാര്യമാണ്. ഞാനൊരു എന്റെ ഐഡന്റിറ്റി ഞാൻ പറഞ്ഞിട്ടില്ല അനിൽ നമ്പ്യാർ. ഞാൻ നേരിട്ട് പറയാം. അതുകൊണ്ട് ഈ ഭയം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല ജീവിതത്തിൽ. 3 പ്രാവശ്യം മരിച്ചു പോയിട്ട് തിരിച്ചു വന്ന ആളാണ്. 3 പ്രാവശ്യം മരണത്തെ മുഖാമുഖം കണ്ട് തിരിച്ചു വന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു ഭയമില്ല. അത് പോട്ടെ, അതിന്റെ വ്യക്തി ജീവിതം. പിന്നെ രണ്ടാമത്, എനിക്ക് വളരെ സിമ്പിളായി, ഞാൻ ആരാണ് ഹിന്ദു എന്ന കഥയും ചോദിച്ചളഞ്ഞു. എനിക്ക് സങ്കടം തോന്നി. ഹിന്ദു ഭാരതത്തിൽ ജനിച്ച രവിശങ്കർ എന്ന് പേരുള്ള ഒരാൾ ആരാണ് സാർ ഹിന്ദു എന്ന് ചോദിക്കുമ്പോ അതാണ് ഹിന്ദുവിനും. ഞാൻ പറയാം സാർ, ഇടപെടരുത് സാർ ഇടപെടരുത്. എനിക്ക് ചോദ്യം ഇല്ല ചോദ്യം ചോദിക്കാം. നമ്മൾ രണ്ടുപേരും കൂടി ഇരുന്നുള്ള ഡിബേറ്റിലാണെങ്കിൽ പരസ്പരം ചോദ്യം ചോദിക്കാം. ശരി, അങ്ങനെ ഒന്നിരിക്കാം. അങ്ങനെ ഇരിക്കാം, ഉറപ്പല്ലേ? നമ്മൾ രണ്ടുപേരും ഇത് നമുക്ക് 5-10 മിനിറ്റ് സമയം തരും. അതിനിടയിൽ ആങ്കറിന് സമയം കൊടുക്കണം. എല്ലാവരും കൂടി പറയുന്നത് ക്ഷമയൊന്നും ചോദിക്കണ്ട. നമുക്ക് ചർച്ച ഇരിക്കാം, നമുക്ക് ഇരിക്കാനേ. ഇത് ഒരു സ്പേസ് ഉണ്ടല്ലോ മാഷെ. അല്ലെങ്കിൽ എനിക്ക് യൂട്യൂബ് ചാനൽ എടുത്താൽ മാഷെ നമ്മൾ തമ്മിലൊരു ഇന്റർവ്യൂ നടത്താം. അന്ന് വിഷയമില്ല. ഞാൻ വിഷയത്തിലേക്ക് വരാം. അനിൽ നമ്പ്യാർജി, ലളിതമായൊരു ചോദ്യമാണ്. 3-4 ചോദ്യം ചോദിച്ചിട്ട് ഞാൻ മാറാം. ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളി എടുത്തിട്ടുണ്ടോ ആരെങ്കിലും? എടുത്തിട്ടുണ്ടെങ്കിൽ ആരാണ്? അതിന് പൊളിറ്റിക്കൽ ലീഡുണ്ടോ? അതിന് സെലിബ്രിറ്റി ലീഡുണ്ടോ? അതിൽ രാജീവ് കണ്ഠരര് പോലെ തന്ത്രി കുടുംബത്തുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തന്ത്രിയുടെ ലീഡുണ്ടോ? ഇത് വളരെ സിമ്പിളായി കേരള സമൂഹം എങ്ങനെ അറിയും? 7 രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട സ്വർണ്ണ വ്യാപാരം നടക്കുന്ന അന്താരാഷ്ട്ര പരിപാടികൾ നടക്കുന്ന സമയത്ത് ഈ ആന്റിക്വിറ്റ്സ് എന്ന് പറയുന്ന സാധനത്തിന് ഇറ്റലിയിലും ഈജിപ്തിലും വലിയ വില കിട്ടുന്ന ലോകത്ത്, പഴകുന്തോറും വില കൂടുതൽ കിട്ടുന്ന ലോകത്ത്, ജോൺസൺ മാർട്ടിൻ പഴക്കി കൊടുത്തപ്പോൾ കൂടുതൽ വില കിട്ടിയ നമ്മളെ മുൻ ഡി ജി പിയെ പോലും തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞ മോൺസൺ മാവുങ്കലുള്ള ഈ നാട്ടിൽ ഈ സ്വർണം ആര് കൊണ്ടുപോയി? ഇതാരാണ് കണ്ടുപിടിക്കുക? സോണിയാഗാന്ധിയുടെ കൂടെ നിന്നു എന്ന് പറയുന്നതിന് പകരം, ഇത് സോണിയാഗാന്ധിയുടെ നിന്നോ ഇല്ല എന്നുള്ള ചർച്ച ചെയ്യുന്നതിന് പകരം ആരാണൊക്കെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിന്നിൽ? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇത് സഹായിച്ചതാണോ? ഇത് ബിനാമി ഇടപാടാണോ? ഇത് മാസ്റ്റർ ബ്രെയിൻ ആരാണ്? കിങ് പിൻ ആരാണ്? ഇത് ഒരു ക്ഷേത്രമാണോ? നിരവധി ക്ഷേത്രങ്ങളുണ്ടോ? ലളിതമായ ചോദ്യമാണ് സാധാരണ ജനങ്ങൾക്കുള്ളത്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുമോ? ഒരു കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. കേരളത്തിൽ നടന്നിട്ടുള്ള പൊളിറ്റിക്കൽ ലീഡുള്ള കേസുകളിലാകട്ടെ, മതപരമായ ലീഡുള്ള കേസുകളിലാകട്ടെ, അതുപോലെ തന്നെ സെലിബ്രിറ്റി ലീഡുള്ള കേസുകളാകട്ടെ, ഒരു കാര്യം പറഞ്ഞിട്ട് കേസ് അവിടെ നിൽക്കും. എങ്ങനെയെങ്കിലും ഒരു കേസ് അവിടെ നിൽക്കും. ഇതിൽ അതുണ്ടാകുമോ എന്ന് മാത്രം ജയശങ്കർജി പറഞ്ഞാൽ മതി. ബാക്കി നമുക്ക് നേരിട്ട് ചർച്ച ചെയ്യാം. ബാക്കിയുള്ള പാനലിസ്റ്റുകൾ ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കട്ടെ. ഓക്കെ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്, വളരെയധികം നന്ദി ഇത്രയും സമയം ചർച്ചയിൽ പങ്കെടുത്തതിന്.